ശ്രുതിയുടെ വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കുന്ന സദാശിവൻ പിള്ള. അങ്കലാപ്പിലാവുന്ന ശ്രുതി. ഒടുവിൽ ശ്രുതി ആരാണെന്നും ശ്രുതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ സുദീപാണെന്നുള്ള കാര്യം തനിക്കറിയാമെന്നും ശ്രുതിയോട് പറയുന്ന സദാശിവൻ പിള്ള. ഇത് കേട്ട് സ്തംഭിച്ചു നിൽക്കുന്ന ശ്രുതി. ശ്രുതി ഇനി ഇവിടെയാണ് സ്ഥിരമായി നിൽക്കുന്നതെന്നും സുദീപിന്റെയും ജയസുധയുടെയും കല്യാണം താൻ നടത്തിക്കില്ലെന്നും എല്ലാവരോടുമായി പറയുന്ന സദാശിവൻ പിള്ള. ജയസുധയുടെ വീട്ടിലേക്ക് വരുന്ന സദാശിവൻ പിള്ള. ജയസുധയ്ക്ക് മറ്റൊരു കല്യാണക്കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന സദാശിവൻ പിള്ള. ഇനി തുടർന്ന് കാണുക. ആരാ ഭാനു ഈ കല്യാണാലോചന നടത്തിയത്? അതെന്ത് ചോദ്യോ കൊച്ചട്ട? രവി സമിതിയൊക്കെ മുൻകൈ എടുത്തല്ലേ ഇത് ആലോചിച്ചത്? അതിനു മുമ്പ് ഞങ്ങൾ ആഗ്രഹം പറഞ്ഞപ്പോ വീട്ടുകാര് ചില അസ്വാരസ്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വേണ്ടെന്ന് വെച്ചതാ. അന്ന് എന്റെ മോളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ കളഞ്ഞതാ. അതിനിടയിൽ ഒത്തിരി നല്ല ആലോചനകളൊക്കെ വന്നു. പക്ഷെ ചില ചെറുക്കന്റെ കുടുംബക്കാർക്ക് പയ്യനിടുന്ന അടിവസ്ത്രം വരെ പെണ്ണിന്റെ വീട്ടുകാർ വാങ്ങിക്കൊടുക്കണം എന്നാ കാർന്നോമാരുടെ ആവശ്യം. അതൊക്കെ ഒരുമാതിരി അല്പത്തരമല്ലയോ? അങ്ങനെ പലതും വേണ്ടാന്ന് വെച്ചതാ. വില പറഞ്ഞു വിൽക്കാൻ എനിക്ക് മകളില്ലാന്ന് ചിലരുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. അതൊക്കെ കാലത്തിന്റെ ഒരു പോക്കല്ലയോ? ഒത്തു നീന്തുക, അല്ലാതെ എന്ത് ചെയ്യാന്? അവിടുന്ന് തന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ മോക്ക് ഞങ്ങൾക്കും എല്ലാം സന്തോഷായി. ഓ, ഇനിയും ഇതിലും നല്ല ആലോചനകൾ വരുമല്ലോ. ഇനി എന്താ ആലോചന വരാനാ കൊച്ചേട്ടാ? കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലയോ? മോക്ക് വേണ്ടി നമുക്കൊരു നല്ല ആലോചന നോക്കാം. മനസ്സിലായില്ല. എന്താ കൊച്ചേട്ടൻ ഉദ്ദേശിച്ചത്? ഞാൻ അത് തന്നെയാ ഉദ്ദേശിച്ചത്. കൊച്ചേട്ടൻ കല്യാണക്കാര്യത്തിനൊരു തീരുമാനമായിട്ട് വന്നെന്നാ ഞങ്ങള് കരുതിയത്. അതെ, തീരുമാനവുമായിട്ട് തന്നെയാ വന്നത്. നല്ല ഉറച്ച തീരുമാനവുമായിട്ട്. എന്തോ ഈ ഉറച്ച തീരുമാനം? ഈ കല്യാണം നടക്കത്തില്ല, അത് തന്നെ. കൊച്ചേട്ടൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും നല്ല മലയാളത്തിൽ പറഞ്ഞിട്ട് ഭാനുവിന് മനസ്സിലായില്ലേ? ഇവിടുത്തെ പെങ്കൊച്ച് ജയസുധയുമായിട്ടുള്ള എന്റെ മകൻ സുദീപിന്റെ കല്യാണം ഇനി നടക്കത്തില്ല. കാര്യം എന്താ? കാര്യമുണ്ട്, ഇല്ലാതെ അങ്ങനെ തീരുമാനിക്കത്തില്ലല്ലോ. അതുകൊള്ളാം. ഇത് മോന്റെ അഭിപ്രായമാണോ അതോ കൊച്ചേട്ടന് മാത്രം അഭിപ്രായമാണോ? ഇതെന്റെ തീരുമാനമാ, എന്റേത് മാത്രം. അതങ്ങനെ നടന്നേ പറ്റൂ. പൊടിമോനോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മേ മിണ്ടി പോകരുത്. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ആദ്യമേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ അച്ഛനും നോക്കി ഇത് മാത്രം മതി. ആകെ കുഴപ്പമായല്ലോ. കുഴപ്പമായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അപ്പൊ എന്ത് പറഞ്ഞാലും അത് ശരി ഇത് ശരിയെന്ന്. ഇനി എന്താ വേണ്ടെന്ന് പോയി ചോദിക്കേ. എന്തോ ചെയ്യാ? പോയി ചോദിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മ, പിള്ളിച്ചാച്ചൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് എടി, നീ മിണ്ടരുത് കേട്ടോ. നീയല്ലേ പറഞ്ഞത് അവൻ മാത്രം മതിയെന്ന്. ഈ ലോകത്ത് വേറെ പയ്യന്മാരില്ലാത്തതുപോലെ. കൊച്ചേട്ടന് ഇത്രയും കാലം വേറെ വല്ല ബന്ധവും മനസ്സിൽ കൊണ്ട് നടന്നെങ്കിൽ ഇത് വലിയ ചതിയായിപ്പോയി. നാടൊട്ടുക്ക് ക്ഷണിച്ചിട്ടിപ്പോ നടക്കില്ല എന്നോ? ദേ, ഭാനുവിന്റെ തനിക്കുണം നിങ്ങൾക്ക് അറിയില്ല. ആരെന്തു ഗുണം കാണിച്ചാലും
ഇനി ഈ കല്യാണം നടക്കത്തില്ല. ഇത് ആലോചിക്കണതിന് മുമ്പ് പറഞ്ഞുകൂടായിരുന്നോ? കല്യാണം നിശ്ചയിച്ച് കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണോ ഇത്തരം തരവഴി കാണിക്കുന്നത്? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്റെ ആൾക്കാർ വരട്ടെ. അവര് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകൂ. രാപകലില്ലാതെ എന്റെ കൊച്ചിനെ ഫോൺ ചെയ്തും ചാറ്റിങ്ങും മെസ്സേജും മണ്ണും കൊട്ടയും എല്ലാം കഴിഞ്ഞപ്പോ കറിവേപ്പില പോലെ അവളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കൊച്ചാട്ടിന് ഇങ്ങനെ കല്ല് പോലെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. രവിയെ വിളിക്ക്, അവനതിന് ഉത്തരം പറയേണ്ടത്. ആരെ വേണമെങ്കിൽ വിളിച്ചോ, ആരെ വിളിച്ചാലും തീരുമാനം എന്റേതാ. ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എനിക്കിത്തിരി കാശ് കുറഞ്ഞുകൊണ്ടാണോ കൊച്ചാട്ടാ എന്നോടിങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്റെ വീടും പൊരയുടെ ഒക്കെ വിറ്റ് കാശ് തരാം, അതാണ് കുറവെങ്കില്. എന്തിനാ വല്ലവളുമാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇപ്പൊ മനസ്സ് മാറുന്നത് എന്തിനാന്ന് നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഓട്ടുന്നേ, നിങ്ങൾ എന്റെ ആങ്ങളമാരെയും അമ്മാവനെയൊക്കെ ഒന്ന് വിളിക്കേ. ഇവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയാ മതി. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പോ കല്യാണം നിശ്ചയിക്കാനും അല്ലാത്തപ്പോ ഉപേക്ഷിക്കാനും ഇതെന്താ കുട്ടികളിയാണോ? ഇത് അങ്ങേറ്റത്തെ തെമ്മാടിത്തരമായി പോയി. ഏത് വലിയ കൊമ്പത്തെ തറവാടാണെങ്കിലും വാക്കിലും പ്രവൃത്തിയിലും നേരും നെറിയും വേണം. കല്ലുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു തീരുമാനം പറയാൻ വന്നിരിക്കുന്നു. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ പോന്നു? വണ്ടി പോയിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. ഓ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെയാണല്ലോ. അച്ഛന് എന്ത് പണിയായി കാണിച്ചേ? രാവിലെ ആരോടും പറയാതെ ഇറങ്ങി പോരുമായിരുന്നു. എനിക്ക് ഭാനുവിനോട് ഒരു തീരുമാനം അറിയിക്കാനുണ്ടായിരുന്നു. എന്ത് തീരുമാനം? അതൊക്കെ ഞാനിവിടെ അറിയിച്ചിട്ടുണ്ട്. എന്തിനാ വന്നതെന്നും എന്താ പറഞ്ഞതെന്നും എന്താ തീരുമാനമെന്നും അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞതൊക്കെ കേട്ടു രവി. ഇനി തീരുമാനം അച്ഛന്റെ മാത്രമാണോ അതോ നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണോ എന്നറിഞ്ഞാ മതി. അങ്ങനെ കൊച്ചട്ടം മാത്രമായിട്ടൊരു തീരുമാനം എടുക്കില്ലല്ലോ, നിങ്ങൾ ആരും അറിയാതെ. അത് നിങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണെങ്കിൽ അത് വളരെ കടന്നുപോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഭാനുവേട്ടാ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. രവിക്ക് അത് പറഞ്ഞപ്പോ സമാധാനായി കാണും. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊരു തീരുമാനമാവാതെ സമാധാനം ആവില്ല ഒരിക്കലും. ഇവിടെ ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ ഇങ്ങനെ കാടിളക്കാൻ? ഒന്നും ഉണ്ടായില്ല. വെറുതെ ഞാനും എന്റെ കെട്ടിയവനും കൂടെ കുത്തിയോട്ടം നടത്തുകയായിരുന്നു. എന്താ പോരെ? രവിക്ക് കണ്ടപ്പോ എന്താ അങ്ങനെയാണ് തോന്നിയത്? അച്ഛൻ എന്ത് തീരുമാനം ഇവിടെ ഒന്ന് പറഞ്ഞേ. ഇന്നലെ രാത്രി
നിന്നോടും അവളോടും പൊടിമോനോടും ഒക്കെ പറഞ്ഞ തീരുമാനമാ ഞാനിവിടെ പറഞ്ഞത്. നിന്നോടും ഇവിടെ വന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണം വേണ്ട, അത്രേ ഉള്ളൂ. അതിന് കാരണമുണ്ട്, കാരണമുണ്ട്, കാരണമുണ്ടെന്നേ, ഉണ്ട്, കാരണമുണ്ട്, കാരണമുണ്ട്. അപ്പോ ഇന്നലെ രാത്രി അച്ഛനും മക്കളും എല്ലാരും കൂടി സഭ കൂടി അങ്ങ് തീരുമാനിച്ചാ അല്ലേ? എന്റെ പൊന്ന് ജലജേച്ചി, ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. തീ ഇല്ലാതെ പുകയുണ്ടാവില്ല രവി. ഞങ്ങൾക്കിതിങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ കുറച്ച് വിഷമമുണ്ട്. ഇവിടെ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് പോയാ മതി അച്ഛനും മോനും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? രണ്ടിലൊന്ന് പറഞ്ഞിട്ട് പോയാ മതിന്ന്. എന്തിനാ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നത്? അത് ശരിയാ രവി. ഞങ്ങൾക്കിങ്ങനെ മാനം കെടാനും തല പുണ്ണാക്കാനും നെഞ്ചു പൊട്ടാനും ഒന്നും വയ്യ. മാനസികമായി തളർന്നു പോയി ഞങ്ങള്. ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് മാന്യമായിട്ട് പറഞ്ഞിട്ട് പോ. ഇതിപ്പോ സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുന്നതിന് തുല്യമാ. വിഷമം കൊണ്ട് പറയുന്നതാ. എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. അവള് കുറെ കരയുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഭാനിച്ചട്ടാ, ഇങ്ങനെയാണോ ഞങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നേ? ആണോ ജലജേച്ചി? പിന്നെ ഈ ബന്ധത്തിന് സ്വന്തത്തിനൊക്കെ എന്താ ഒരു വില? ചുമ്മാ പറയാൻ വേണ്ടി മാത്രമാണോ? ഇങ്ങനെ നെഞ്ചിക്കൊള്ളുന്ന സാഹിത്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ. എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. ഈ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? അത് പറ. അമ്മ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അച്ഛൻ ഈ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും എഴുന്നേറ്റ് അമ്മയുടെ അസിത്തറയിൽ പോയിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെന്തോ സ്വപ്നങ്ങളുടെ കഥകളും കാഴ്ചകളും ഒക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയാ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ച്. ഡോക്ടറെ കാണിച്ചോ? എന്തായിരുന്നു കുഴപ്പം? പറയാം. അമ്മ പോയതോടെ അച്ഛൻ്റെ മനസ്സാകെ കൈവിട്ടു. മനസ്സിന്റെ ചെറിയൊരു താളം തെറ്റല്. ഭാനിച്ചേട്ടനായോണ്ട് എനിക്കത് പറയാലോ. മറ്റാരോട് ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. എൻ്റെ വീട്ടിലെ ആൾക്കാർക്കല്ലാതെ, അതും ഞാനും പൊടിമോനും മാത്രം അറിയുന്നൊരു കാര്യം. പിന്നെ സബിതയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവളോടൊന്നും മറക്കരുതെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവളോടും പറഞ്ഞിട്ടുണ്ട്. ഇത്ര അടുത്ത ബന്ധമുണ്ടായിട്ട് അടുത്ത് താമസിച്ചിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ രവി. എൻ്റെ അച്ഛനെ ആ കണ്ണിലൂടെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു ഭാനുവേട്ട. പിന്നെ ഞാനും എൻ്റെ അനുജനും അച്ഛൻ്റെ നിഴൽ പോലെ നടന്ന് മരുന്നും സ്നേഹവും ഒക്കെ കൊടുത്താ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അച്ഛനല്ലാതെ ഒരാശ്രയവും ലോകവും ഞങ്ങൾക്കില്ലായിരുന്നല്ലോ. അന്ന് ഡോക്ടർ ഓർമ്മിപ്പിച്ചിരുന്നു, മനസ്സിൽ തട്ടുന്നൊന്നും പറയരുതെന്നും നടക്കരുതെന്നും. ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആകെ താളം തെറ്റിയ പോലെ. ഇനി അമ്മയുടെ ഓർമ്മകളാണോ അതോ കഴിഞ്ഞകാല ഓർമ്മകളാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പൂപ്പന് ആ വഴിയുള്ളവർക്കൊക്കെ അൾഷിമേഴ്സ് ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആണോന്നും അറിയില്ല ഭാനുവേട്ട. മനസ്സിലൊന്നും കരുതരുതേ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ഛനെ. ദയവ് ചെയ്ത് ഭാനുച്ചേട്ടന് ഇതൊന്നും ആരോടും പറയാതിരുന്നാൽ മതി. നമുക്ക് ഈ കല്യാണം നടത്താം, നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ. രവി, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. നല്ലൊരു ഡോക്ടറെ കാണിക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ കാണിച്ചോളാം. പിന്നെ ഒന്നും അറിയാതെ അച്ഛനെ തഞ്ചത്തിലങ്ങ് കൊണ്ടുപോകണം, അല്ലാതെ വഴിയില്ലല്ലോ. എല്ലാം അറിഞ്ഞ് ജലജ മോള് ആകെ തകർന്നിരിക്കുക. ഞാൻ അവരെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ സംസാരിക്കണം? വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ അച്ഛനെ കൊണ്ട് പൊക്കോട്ടെ. പിന്നെ രവി, മറ്റേ ആ പെൺകൊച്ച് ശ്രുതിയോ? അവൾ അവിടെ നിൽക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും ഇത്.
ഏയ് അതൊന്നുമല്ല. അവളവിടെ നിൽക്കുന്ന അച്ഛന് വലിയ ഇഷ്ടം. അവര് വലിയ സ്നേഹത്തില, ഫ്രണ്ട്സിനെ പോലെയാ. ശേ, ആ നീ വാ. അച്ഛാ, അച്ഛാ, നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്ത് തീരുമാനമായി? ഒരു കുഴപ്പമില്ല അച്ഛാ, നമുക്ക് പോവാം. നിങ്ങൾ എടുത്ത തീരുമാനം ഞാൻ പറഞ്ഞതാണോ? അതെ അതെ, നല്ലതല്ലേ തീരുമാനിക്കുള്ളൂ. ഒരു ദോഷമില്ല. നമ്മുടെ കുടുംബത്തിനും പൊടിമോനും ഒന്നും ഒരു ദോഷം ഉണ്ടാവില്ല. അച്ഛൻ വാ. അത് നീ പറഞ്ഞാ പോരാ, ഭാനുവിനെ വിളിക്ക്. ഞാൻ വിളിക്കാം, അവൻ പറയും. ഭാനുവേട്ടനെ ഞാൻ വിളിക്കാം. അച്ഛനൊന്നും വന്നേ. അച്ഛൻ വാ. ഒന്ന് എണീക്ക് എന്റെ അച്ഛാ, എങ്ങോട്ടാടാ? എണീക്ക്. ഒന്ന് നീ വാ പോ. പ്ലീസ്. നീ പോടാ. ഓ സമയം പോണു, എനിക്കൊന്ന് ഓഫീസിൽ പോണ്ടേ. നീ ഇത് പോകണ്ട, ആഫീസിൽ പോകണ്ട. ഞാൻ പറഞ്ഞ തീരുമാനം എന്തുവായി പറയടാ. അതൊക്കെ ശരിയാക്കാം അച്ഛാ. എന്തോന്ന് ശരിയാക്കാനാടാ? ഈ കല്യാണം നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. ശരി. ഞാൻ പറഞ്ഞല്ലോ, ഈ കല്യാണം ഇഷ്ടമില്ലാത്ത നടക്കത്തില്ല. തീരുമാനം ഒന്നും എടുക്കില്ലല്ലോ. അച്ഛൻ എന്തിനാ വാശി പിടിക്കുന്നത്? വണ്ടി കയറ്. എടാ, ഇത് നടത്തത്തില്ലെന്ന് ഞാൻ. വിശ്വാസമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇല്ല, വീട്ടിൽ പോയി ഞാൻ സംസാരിക്കാം. അച്ഛൻ വണ്ടി നടത്തത്തില്ല. കയറ്. എടാ, ഞാൻ വണ്ടിക്കകത്തേക്ക് കയറണ്ട അച്ഛാ, പ്ലീസ്. എടാ, ഇത് ഞാൻ വണ്ടിക്കകത്ത് കയറ്. നടത്തത്തില്ലെന്ന്. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയി എനിക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. ഈ കല്യാണം അമ്മ അവൻ എത്താറായോ? ഇപ്പൊ വരും, നീ ഇരിക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ശ്രുതി പറയരുത്, ഡിസ്കസ് ചെയ്യരുത്. മനസ്സിലായോ? ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. വി ആർ ഗോയിങ് ടു ഫേസ് എ സീരിയസ് ഇഷ്യൂ. അവസാനം എല്ലാവരും കാണിക്കുന്ന പോലെ പെണ്ണിൻ്റെ സ്വഭാവം കാണിക്കരുത്. നിനക്കെന്നെ അറിയാലോ. ബാലുവിൻ്റെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ എന്താ സംഭവിച്ചതെന്നും എന്താണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും നിനക്കറിയാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഓർമ്മയുണ്ടോ? എടി, നീ അങ്ങോട്ടിരിക്കെ. കല്യാണം ചെറുക്കാൻ വാ. വാടാ, ഇരിക്കെ. എല്ലാരും ഉണ്ടല്ലോ കൂട്ടത്തോടെ. എന്നാലും ഞങ്ങളേക്ക് ഇതുവരെ കല്യാണം വിളിച്ചില്ലല്ലോ. നമ്മൾ എത്ര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. എടി, അതിന് എത്ര ദിവസം കിടക്കുന്നു? അവൻ വിളിക്കാതിരിക്കുവോ? ഇനി ഞങ്ങളെ തേടി കഷ്ടപ്പെടണ്ട കേട്ടോ. വിളിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് വിളിച്ചാൽ മതി. ഒരു അന്വേഷണം ഒഴിവാക്കാമല്ലോ. ഏ മാൻ, നീ എന്താ എന്തോ പോലെ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? നീ ഭാഗ്യവാനാടാ. ആദ്യം നിന്റെ ഈ പേരങ്ങ് മാറ്റണം, എന്നിട്ട് വണ്ടെന്നാക്കണം. പൂവിൽ നിന്ന് പൂവിലേക്ക് ഇങ്ങനെ പറക്കല്ലേ സക്കിങ് ഹണി. നിന്നോട് എനിക്ക് അസൂയ തോന്നടാ, പഴയതിനേക്കാളും. നിന്റെ ദേവത എവിടെയാ? ഇങ്ങനെ ആരും കാണാതെ മിണ്ടാതെ കൊണ്ടുവിടുന്നതല്ലേ. കക്ഷിപ്പ എവിടെയാ? അപ്പോ ഇതൊരു പ്ലാനാണല്ലേ? ആരുടെ ബുദ്ധിയാ? എന്നെ കളിയാക്കാല്ലേ നിങ്ങൾ എല്ലാരും ചേർന്ന്? ഏയ് റിലാക്സ് മാൻ,
അവൾ ചുമ്മാ പറഞ്ഞല്ലേ. അല്ലെങ്കിലും നിനക്കതിൽ വലിയ സങ്കടമൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലേ അതിലും നല്ലൊരു സുന്ദരി കുട്ടിയെ നീ കണ്ടെത്തിയത്. എന്നാലും അളിയൻ നിനക്കിതിങ്ങനെ താങ്ങാൻ കഴിയുന്നടാ. അവൾ എവിടെയാണെന്നേലും അറിയോ? ഞാനെങ്ങനെ അറിയാൻ? ഞാനത് അന്വേഷിക്കാറില്ല. ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. നിനക്കറിയില്ല എന്ന് എനിക്കറിയാം. ഹൗ ഡു യു നോ അല്ലേ? അവളിപ്പോ പുതിയ ഏതെങ്കിലും കൈകളിൽ കുരുത്ത് അവളുടെ ജീവിതം ആഘോഷിക്കുന്നുണ്ടാവും. അവക്ക് എങ്ങനെ മാറാൻ കഴിയണത്? നിന്നെ പോലെ സുന്ദരനും സുമുഖനും തറവാടിയായ നിന്നെ ഉപേക്ഷിച്ച്, അതും കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനോടൊപ്പം. സുദീപേ, നിന്റെ കല്യാണം മുടക്കാൻ അവളെത്തോടാ വേറൊരുത്തൻ്റെ കൂടെ. സാധ്യതയുണ്ടാവും. ഒന്ന് കരുതിയിരിക്കുന്നതാണ് നല്ലത്. വരട്ടെ, അപ്പൊ നോക്കാം ഞാൻ. വരും, അവള് വരും. നിന്നെ അവള് സമാധാനത്തോടെ ജീവിക്കാൻ വിടാനുള്ള സാധ്യത കുറവാ. അവള് മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ പൊങ്ങും. ചത്ത പാമ്പിനെ നീ ഇങ്ങനെ അടിച്ചു കൊല്ലാതെ സിറില്ലേ. അവൾ എവിടെയാണെന്ന് നിനക്കറിയില്ല. അറ്റ്ലീസ്റ്റ് അവൾ എവിടെ ഉണ്ടാവുന്നൊരു സൂചന. ഏയ് സിറിൽ, നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാ. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. ഞാൻ എന്തിനാ അവളെ കുറിച്ച് ചിന്തിക്കണം? ഐ ക്ലോസ് ചാപ്റ്റർ. പ്ലീസ്, നീ എന്നെ ഇങ്ങനെ കുത്തി എന്റെ ക്രൈസിസ് ആസ്വദിക്കാണല്ലേ? സാഡിസ്റ്റാ നീ. ഗ്രേറ്റ്. സാഡിസ്റ്റാണ് ഞാൻ. ഇപ്പൊ നിനക്കെന്തും പറയാലോ. കാരണം നീ തൂങ്ങേണ്ടുന്ന കേസിൽ ഞാനാണല്ലോ ഇപ്പൊ ഓടുന്നത്. നത്തിങ് ടു ഡു. പിന്നെ ഇതിനൊക്കെ ഞാൻ എന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചാ നിനക്ക് വേണ്ടിയല്ലേടാ. സിറിൽ, നീ ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനാ? എനിക്കറിയില്ല നീ എന്നെ സഹായിക്കാന്ന്. ഐ അഡ്മിറ്റഡ്. പക്ഷെ പിന്നെയും നീ എന്നെ ഇൻസൾട്ട് ചെയ്യാ. നീ ദേഷ്യപ്പെടാതെ. എന്താണ് ഇതിൻ്റെയൊക്കെ ബേസും നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ റൊമാൻസ് അല്ലേ? അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിനക്ക് മാത്രമല്ലല്ലോ. ഇഷയെ കണ്ടെത്തിയില്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. നീ പിന്നെ ഏതെങ്കിലും വഴിക്ക് അന്വേഷിച്ചിട്ടുണ്ടോ അവളെ? ഉണ്ടോ? ഇല്ലല്ലോ. നിർത്ത്. ഇല്ല, എനിക്ക് മനസ്സില്ല. ആ മോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ എനിക്ക് മനസ്സില്ല. നീ ചെന്ന് കണ്ടുപിടിക്കേ. സുദീപ്, 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 എന്താടാ ഇത്? ഏയ്